നമസ്കാരം. എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ഒരു വിവാഹബന്ധം വർഷങ്ങളോളം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ദിവസം ഒരാൾ പെട്ടെന്ന് ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? പ്രണയമാണോ? കുടുംബ പ്രശ്നമാണോ? വ്യക്തിപരമായ അസംതൃപ്തിയാണോ? അതോ ജ്യോതിഷത്തിൽ പറയുന്ന ചില ഗ്രഹസ്വാധീനങ്ങളാണോ? അടുത്തിടെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോടെയാണ് പലരും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് വിധി എഴുതാൻ പോകുന്നില്ല. പകരം ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ജ്യോതിഷം എങ്ങനെയാണ് കാണുന്നത് എന്ന് മാത്രം പരിശോധിക്കുകയാണ്. ഒളിച്ചോടൽ എന്നത് ജ്യോതിഷത്തിൽ എന്താണ്? ജ്യോതിഷത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഭാര്യയോ ഭർത്താവോ ഒളിച്ചോടുമെന്നൊരു സിമ്പിൾ ഫോർമുല ഇല്ല. പകരം ചിലപ്പോൾ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ടെൻഡൻസി, മറ്റൊരു ബന്ധത്തിലേക്കുള്ള അട്രാക്ഷൻ, സ്വന്തം തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകൽ, കുടുംബ നിയന്ത്രണം, അംഗീകരിക്കാത്ത സ്വഭാവം തുടങ്ങിയവയെക്കുറിച്ചാണ് ജ്യോതിഷപരമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒളിച്ചോടൽ യോഗം എന്ന് പറയുമ്പോൾ അതിനെ വളരെ ലിറ്ററലായി കാണേണ്ടതില്ല. ജന്മനക്ഷത്രം എത്രത്തോളം പ്രധാനമാണ്? നക്ഷത്രം വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നു എന്നാണ് ജ്യോതിഷ വിശ്വാസം. ചില നക്ഷത്രങ്ങൾ ഇൻഡിപെൻഡൻറ്റ് നാച്ചർ ഉള്ളവരായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഭരണി സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവവുമായി ചിലർ ബന്ധപ്പെടുത്തുന്നു. ചിത്തിര വ്യക്തിത്വത്തിനും സ്വന്തം ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്വഭാവമെന്ന് ചില ജ്യോതിഷ വ്യാഖ്യാനങ്ങൾ പറയുന്നു. ചോതി ഫ്രീഡം ലവിങ് നാച്ചറുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. മൂലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യം, പഴയ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ തുടങ്ങിയവയുമായി ചിലർ ബന്ധപ്പെടുത്തുന്നു. ചതയം സ്വന്തം സ്പേസിനും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്ന സ്വഭാവമായി ചിലർ കാണുന്നു. പക്ഷേ വീണ്ടും പറയുകയാണ്, ഇവരിൽ ആരും സ്വാഭാവികമായി ഒളിച്ചോടുന്നവർ അല്ല. പ്രണയബന്ധം 5-ാം ഭാവം. ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം. ഒരു വ്യക്തിയുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പരിശോധിക്കുമ്പോൾ ജ്യോതിഷത്തിൽ 5-ാം ഭാവത്തിന് പ്രാധാന്യമുണ്ട്. 5-ാം ഭാവം എങ്ങനെയാണ്? അവിടെ ഏത് ഗ്രഹമാണ്? 5-ാം ഭാവാധിപൻ എവിടെയാണ്? ശുക്രൻ്റെ സ്ഥിതി എങ്ങനെയാണ്? ഇവയെല്ലാം കൂടി നോക്കിയാണ് റിലേഷൻഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. വിവാഹം 7-ാം ഭാവം. 5-ാം ഭാവം പ്രണയത്തെ കാണിക്കുന്നുവെങ്കിൽ 7-ാം ഭാവം വിവാഹബന്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുമ്പോൾ 7-ാം ഭാവത്തെ അവഗണിക്കാൻ കഴിയില്ല. 7-ാം ഭാവാധിപൻ ശുക്രൻ, ലഭിക്കുന്ന ദൃഷ്ടികൾ, മറ്റു ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ ഇവയെല്ലാം പരിശോധിക്കാറുണ്ട്. രാഹു എന്തുകൊണ്ട് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു? ഇനി രാഹുലേക്ക് വരാം. ജ്യോതിഷത്തിൽ രാഹുവിനെ പലപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ, അൺയൂഷ്വൽ ചോയ്സ്, സ്ട്രോങ് ഡിസയർ എന്നിവയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാറുണ്ട്. രാഹുവിൻ്റെ സ്വാധീനം റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഹൗസിൽ ഉണ്ടെങ്കിൽ വ്യക്തി സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചില ജ്യോതിഷികൾ വിശ്വസിക്കുന്നു. പക്ഷേ രാഹു മാത്രം കണ്ടിട്ട് ഒരു വിവാഹം തകരുമെന്ന് പറയുന്നത് തെറ്റാണ്. ശുക്രൻ്റെ സ്ഥാനം. വിവാഹവും പ്രണയവും പറയുമ്പോൾ ശുക്രനെ മറക്കാൻ കഴിയില്ല. ശുക്രൻ ശക്തമാണോ? ഏത് ഭാവത്തിലാണ്? ഏത് ഗ്രഹങ്ങളുമായി ബന്ധമുണ്ട്? ഇവയൊക്കെ റിലേഷൻഷിപ്പ് അനാലിസിസിൽ പ്രധാനമാണെന്ന് ജ്യോതിഷത്തിൽ കരുതുന്നു. ശുക്രന് ചില ചാലഞ്ചിങ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇമോഷണൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാമെന്ന് ചില ജ്യോതിഷ വ്യാഖ്യാനങ്ങൾ പറയുന്നു. ചൊവ്വയും റിലേഷൻഷിപ്പ് ഇൻറ്റൻസിറ്റിയും. ചൊവ്വയെ എനർജി, പാഷൻ, അസർട്ടീവ്നെസ് തുടങ്ങിയവയുമായി ബന്ധപ്പെടുത്താറുണ്ട്. ചൊവ്വയും ശുക്രനും തമ്മിലുള്ള ചില ബന്ധങ്ങൾ ശക്തമായ അട്രാക്ഷൻ്റെ സൂചനയായി ചിലർ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അതേ കോമ്പിനേഷനുള്ള എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ജാതകം സാധ്യതകളെക്കുറിച്ച് പറയുന്നതാണ്, ഉറപ്പായ സംഭവത്തെക്കുറിച്ചല്ല എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ദശയും ഗോചരവും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മജാതകത്തിൽ ഒരു സാധ്യത ഉണ്ടെന്ന് കരുതിയാലും അത് എപ്പോൾ സംഭവിക്കുമെന്ന് നോക്കാൻ ദശയും ഗോചരവും പോലുള്ള കാര്യങ്ങൾ ജ്യോതിഷികൾ പരിശോധിക്കാറുണ്ട്. അതായത് ബർത്ത് സ്റ്റാർ മാത്രം നോക്കി പ്രഡിക്ഷൻ നടത്തുന്നത് വളരെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇൻഫ്ലുവൻസറിൻ്റെ സംഭവത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് വളരെ ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമാണ്. അതിനാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഇതിന് കാരണം ഈ നക്ഷത്രമാണ് അല്ലെങ്കിൽ ഈ ഗ്രഹമാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ആ സംഭവം ഒരു ക്വസ്റ്റ്യൻ ഉയർത്തുന്നു. ഒരു വ്യക്തി തൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ
അസ്ട്രോളജിയിൽ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജ്യോതിഷത്തിൽ ഒരു റിലേഷൻഷിപ്പ് പ്രഡിക്ഷൻ നടത്തണമെങ്കിൽ പല ഘടകങ്ങളും ഒരുമിച്ച് നോക്കണം. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ഈ നക്ഷത്രക്കാർ ഒളിച്ചോടും. അത് കേട്ട ഉടനെ വിശ്വസിക്കേണ്ടതില്ല. ജന്മനക്ഷത്രം മാത്രം കൊണ്ട് ഒരാളുടെ സ്വഭാവത്തെയും ഭാവിയെയും തീരുമാനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഏത് നക്ഷത്രക്കാർക്ക് ലവ് മാരേജിന് സാധ്യത കൂടുതലാണെന്ന വിഷയം പരിശോധിക്കാം.